ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ഇക്കാൻ്റെ അനിയൻ ഗൾഫിലേക്ക് പോവുകയാണ്. അവൻ്റെ അടുത്ത് ഇക്കാക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇറച്ചിയും പത്തിരിയും കൊടുത്തേക്കാമെന്ന് വിചാരിച്ചിട്ടോ. എന്തൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും കിട്ടുന്നതൊക്കെ ഞാൻ ഇതിൽ ഉൾക്കൊള്ളിക്കും. ഞാനിതാ രാവിലെ തന്നെ ഇറച്ചിയൊക്കെ കഴുകി വൃത്തിയാക്കി വാരി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ പറ്റ ചോറിനതിന് ശേഷം നമുക്ക് ഇതൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഒന്ന് വിസിലടുപ്പിച്ചെടുക്കണം. 3 വിസിലടുപ്പിക്കണം. കാരണം നമ്മൾ ഫ്രീസറിൽ വെച്ച ഇറച്ചി ആയതുകൊണ്ട് തന്നെ കുറച്ച് വേവുണ്ടാവും. അപ്പോൾ അതിനാണ് നമ്മൾ കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖമാണല്ലോ അല്ലേ? ഞാൻ കുറച്ചായല്ലോ ഇപ്പോൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. തിരക്കാണ്, നോമ്പിൻ്റെ നനച്ചുളിയൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ തന്നെ എടുത്തു വെച്ചിട്ട് 2-3 ദിവസമായി. അപ്പോൾ സമയമില്ലാത്തത് കാരണമാണ് ഇതിന് വോയിസ് ഒന്ന് കൊടുക്കാൻ. പിന്നെ ഞാൻ അപ്പം തന്നെ വോയിസ് എടുത്തിരുന്നു, അതൊന്നും ശരിയായിട്ടില്ല കേട്ടോ. ഇപ്പം തന്നെ ശരിയാവണില്ല, കുട്ടികളെ ഒച്ചപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അങ്ങ് പോവാം. ഞാനിതാ ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഞാനിതാ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അടുപ്പത്ത് വെക്കുമ്പോൾ തന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ്, ഉലുവ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞാനിത് അടുപ്പത്ത് വെക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ ഈ ഇറച്ചി കഴുകിയ വെള്ളം ഞാൻ എന്തിനാണ് ഉപയോഗിക്കൽ എന്ന് ചോദിച്ചാൽ ഞാൻ കറിവേപ്പിനും മുളക് തേക്കും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കേണ്ടിട്ടോ. അപ്പോൾ നമ്മൾ ഇറച്ചിയിലേക്ക് ഇത് ആവശ്യമായ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ വെളുത്തുള്ളി തൊലിച്ച് വെച്ചിരുന്നു. ചുവന്നുള്ളി ഇതാ നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നു. അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ നമ്മൾ നേരത്തെ തന്നെ തലേന്ന് തന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും, അതായത് എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്, ഞങ്ങൾ രണ്ടാളും കൂടി ഇത് തൊലിച്ച് വെച്ചിരുന്നു. അപ്പോൾ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഞാൻ അതിൽ നിന്ന് പിസ്കി വെച്ചിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി, അത് കൂടുതലാണെന്ന് തോന്നിയപ്പോൾ. അപ്പോൾ അതാ ഇതിലേക്ക് ഇഞ്ചി ചതച്ച് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒന്നും ഞാൻ ചതച്ചിട്ടോ അരിഞ്ഞിട്ടോ ഒന്നുമില്ല, അച്ചിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അത് പിന്നെ കുക്കറിൽ വേവിക്കാനുള്ളതല്ലേ, അതങ്ങനെ വെന്തോളും, ചതിക്കണം എന്നില്ല കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യമായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചുവന്നുള്ളി ഇടുന്നത് കൊണ്ട് തന്നെ കുറച്ച് മസാല ഇട്ടാൽ മതി. കാരണം ചുവന്നുള്ളി ഇടുന്ന ഇറച്ചിയിലായാലും ചിക്കനിലായാലും മസാല കൂടി വരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ മസാല കുറച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് വലിയ ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് നമുക്ക് 2-3 വിസിൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ. ഇത് കുക്കറിൽ വെക്കാതെ നേരെ അടുപ്പത്ത് വെച്ചും വേവിക്കാം. പക്ഷേ ഇത് ഫ്രിഡ്ജിൽ വെച്ച ബീഫ് ആയതുകൊണ്ട് കുറച്ച് സമയത്ത് വേവുണ്ടാവും, അതുകൊണ്ടാണ് കേട്ടോ. എൻ്റെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊരു ലൈക്ക് തരണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും നിങ്ങൾ മറക്കണ്ട കേട്ടോ. നിങ്ങൾ തരുന്ന ഓരോരോ സപ്പോർട്ടും നമുക്ക് വിലയേറിയതാണ്. എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രയോജനം കൂടിയാണ് കേട്ടോ. അങ്ങനെ നമുക്കിനി അവിടെ ബീഫ് റെഡിയായി വരട്ടെ. അപ്പോഴേക്കും കുറച്ച് പത്തിരി ചുട്ടെടുക്കാം കേട്ടോ. പത്തിരിയും കൂടി കൊടുത്തേക്കുന്നുണ്ട്. പക്ഷെ പത്തിരി കൊടുത്തേക്കുന്നത് എൻ്റെ പുതിയാപ്പിള അറിയില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിന് ഉണ്ടാക്കി കൊടുത്തേക്കാണ്. ആ ബീഫിലേക്ക് ആ പത്തിരിയും കൂടി ചേരുമ്പോൾ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. പത്തിരി പിന്നെ ആദ്യം ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ അതും കൂടി അതിൽ ചേർത്തിയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. ഇറച്ചിയും പത്തിരി എന്ന് പറഞ്ഞിട്ട് പത്തിരിയൊക്കെ കുഴച്ച് വട്ടമൊക്കെ മുറിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളൊരു ഉരുളി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞതും തക്കാളി, പച്ചമുളക് എല്ലാം ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ അതും ചേർത്തിട്ടുണ്ട്. ഗരം മസാല ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി
യോജിപ്പിച്ചതിന് ശേഷം ഞാൻ 3 വിസിൽ അടിച്ച് ഓഫാക്കി വെച്ച ഇറച്ചി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഈ ഉരുളിയിലും ഈ ഒരു വെള്ളത്തിലൊക്കെ കിടന്നിട്ട്, അപ്പോൾ നമ്മൾ തീരെ വെള്ളം വെച്ചിട്ടില്ല, ബീഫിൻ്റെ വെള്ളം തന്നെയാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ബീഫാണ് കേട്ടോ. അങ്ങനെ അതും എല്ലാം കൂടി അതിലിട്ടിട്ട് ഞാനിതാ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി അവിടെ കിടന്ന് ഇങ്ങനെ ആക്കം പോലെ തിളച്ച് ആവട്ടെ. അങ്ങനെ ലാസ്റ്റ് ആയി വരുമ്പോഴേക്കും നമുക്ക് അടിപൊളി ഒരു ബീഫ് ഇവിടെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ആദ്യം ഞാൻ വേറൊരു ചെറിയ ഉരുളിയിൽ വെച്ചു, അതിൽ കൊള്ളൂലെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ വലിയ ഉരുളിയിലേക്ക് മാറ്റി കൊടുത്തിട്ടോ. അപ്പോൾ നമ്മളെ ഇറച്ചിയൊക്കെ ഇതാ തിളച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഞാനിതാ പത്തിരിയും ഇവിടെ നന്നായി പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ചുട്ടെടുക്കണം. ചുട്ടെടുക്കുമ്പോഴേക്കും ഏകദേശമൊക്കെ 1 മണിയൊക്കെ ആവും. 1 മണീൻ്റെ മുന്നേയൊക്കെ ആയിട്ട് 3 മണിക്ക് പോകാനുള്ളതല്ലേ. അപ്പോൾ 1 മണീൻ്റെ മുന്നേയൊക്കെ ആയിട്ട് ഈ സാധനങ്ങളുമായിട്ട് അങ്ങോട്ട് ചെല്ലാനുണ്ട് കേട്ടോ തറവാട്ടിലേക്ക്. ഞാൻ ഇവിടെ നിന്ന് കിളിനക്കൂട്ടിൽ നിന്നാണ് കേട്ടോ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അതായത് ഞാൻ വേറെ താമസിച്ച വീട്ടിൽ നിന്ന് കൊണ്ടുപോയി കൊടുക്കാനുള്ളത് തറവാട്ടിലേക്കാണ്. തറവാട്ടിലാണ് ഇളച്ചന്, അവനാണ് ഗൾഫിലേക്ക് പോകുന്നത്. അവനും അവൻ്റെ ഭാര്യയും കുട്ടികളൊക്കെ ഗൾഫിലായിരുന്നു. എല്ലാവരും കൂടി ഒരുമിച്ച് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ പോകുമ്പോൾ വല്ലാത്ത വിഷമമുണ്ട്. കാരണം അവരവിടെ 2 മാസം നിന്ന് ഇവിടെ ഒരു 3 മാസം നിന്ന് അത്യാവശ്യം കുട്ടീനായിട്ടൊക്കെ ഭയങ്കര അടുപ്പായി. ഇപ്പം ഇനി കുട്ടീനിട്ട് പോകുന്നതിലൊക്കെ ഭയങ്കര വിഷമമുണ്ട്. പിന്നെ നമ്മളെ ബീഫ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പത്തിരി പരത്തുന്നുണ്ട്, ബീഫ് വേവിക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്. തറവാട്ടിലേക്ക് എല്ലാവരും പോയിട്ടുണ്ട്. അവിടെയും സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ടല്ലോ. എന്നാലും എൻ്റെ വല്യാത്ത ഉണ്ടായിരുന്നു കേട്ടോ. അതായത് എൻ്റെ വലിയ മൂത്തേച്ചി ഉണ്ടായിരുന്നു എന്നെ പത്തിരി അമർത്താനൊക്കെ സഹായിക്കാൻ. അങ്ങനെ നമ്മൾ ബീഫും പത്തിരിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പത്തിരി ചുടുന്നതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. ഒക്കെ ഒറ്റക്കായതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനും ഭക്ഷണം റെഡിയാക്കാനും ഒക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ കുറേശ്ശെ എടുത്തിട്ടുള്ളൂ. അങ്ങനെ ഞാൻ പത്തിരി നന്നായി അട്ടി വെച്ചതിന് ശേഷം ഇങ്ങനത്തെ ഒരു പേപ്പറിലാണ് കേട്ടോ, അതായത് അലുമിനിയം ഫോയിൽ എന്ന ഈ പേപ്പറിലാണ് ഞാൻ പത്തിരി ആക്കാറുള്ളത്. ആ പത്തിരി പിന്നെ അവിടെ കൊണ്ടുപോയിട്ട് ആവിക്ക് വേവിക്കണ്ടേ അല്ലെങ്കിൽ ചൂടാക്കണ്ടേ ഒന്നും ആവശ്യം വന്നിട്ടില്ല. പത്തിരി ഒന്നും ആയിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടോ. അപ്പോൾ ഇനി പത്തിരിയൊക്കെ ഗൾഫിലേക്ക് കൊടുത്തയക്കുന്നവരെ ഇങ്ങനെ കൊടുത്തയച്ചാൽ മതി. പത്തിരി പൊട്ടിയോ മുറിയോ ഒന്നും ചെയ്യൂല കേട്ടോ. നല്ല സോഫ്റ്റ് പത്തിരി ആയിരിക്കും. അങ്ങനെ എല്ലാ പത്തിരിയും ഞാൻ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബീഫ് കേട്ടോ, വലിയൊരു പാക്കറ്റ് ഇക്കാൻ്റെ റൂമക്കും ഇത് ഇക്കാൻ്റെ ഫ്രണ്ടിനും ഉള്ളതാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ പത്തിരിയും കൂടി വെച്ചിട്ട് ഞാൻ തന്നെയാണ് ഇത് കവർ ചെയ്യുന്ന ആൾ. പിന്നെ അവിടെ നിന്ന് പൊട്ടിച്ച് കൊടുക്കാന്ന് ഇരിക്കുമ്പോൾ ചിലപ്പം അവന് കിട്ടിയില്ല എന്ന് വരും. അപ്പം ഞാൻ എന്താക്കി അവനക്കുള്ളത് ഞാൻ ഇവിടെ നിന്ന് തന്നെ പാക്ക് ചെയ്തു കേട്ടോ. ഇങ്ങനെയാണ് അവനക്ക് പാക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു 1.5 ലിറ്റർ വെളിച്ചെണ്ണയും കൊടുത്തയച്ചിരുന്നു കേട്ടോ. ഇതൊക്കെ ആയിട്ട് നമ്മളെ തറവാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കുട്ടികളുടെ ഭയങ്കര ബഹളമാണ് കേട്ടോ. വണ്ടിയിലൊക്കെ കുട്ടികൾ പോകുന്ന സന്തോഷത്തിലാണ്. പോകുന്ന ആപ്പാക്ക് ഭയങ്കര വിഷമമായിരിക്കും, മക്കൾക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ആ ഒരു ദിവസമെങ്കിലും അവിടെ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് കേട്ടോ. മനസ്സിലായിട്ടില്ല. ഇതിലാ മറ്റേ തിരിഞ്ഞ സീന് എഴുതി തിരിഞ്ഞൊക്കെ നോക്കണ്ട്. തിരിണ്ടല്ലോ എഴുതി ഒപ്പന വെച്ചിട്ടാലേ ഇരുന്നാണ്ടും ഇതാക്കിയാണ്ടും ഇങ്ങനെ കുലിയൊക്കെ തിരിയാനും ഇങ്ങനെ നടന്നൊക്കെ നോക്കണ്ട്. തന്നെ നോക്കണു ഇവരെ നോക്കണ്. എഴുതന്നെ ഒപ്പന ഉണ്ടാവും എന്തായാലും. ഞങ്ങൾ നല്ല ബീഫും പത്തിരി രാവിലെ അതിനാണ് എടുത്തത്. അതിന്റെ അച്ഛൻ കൂട്ടിയത് അക്ഷരൊക്കെ നല്ലോ തെറ്റുണ്ട്. ആശാന്റെ പാട്ടിലല്ല അക്ഷര തെറ്റുണ്ടായിച്ചാൽ നന്നാക്കി പാടിക്കൊണ്ട്. കൂടെ
ഏസ് എങ്ങാനും അടിച്ചാൽ എന്റെ കയ്യോട്ട് അയച്ച എനിക്ക് പേടിയാവുന്നുണ്ട്. ഏസൊക്കെ ഒരു ഡിക്കി എപ്പോഴാ തുറക്കഞ്ഞി? അങ്ങനെ വീട്ടിൽ നിന്നും ഇതാ യാത്രയൊക്കെ പറഞ്ഞ് ദുആക്കെ കഴിഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞ് ഇതാ നമ്മളെ സ്കൂളിൻ്റെ മുറ്റത്താണ് കേട്ടോ വണ്ടിയുള്ളത്. അപ്പോൾ അതിൽ കയറാൻ നിൽക്കുകയാണ്. അപ്പോൾ 2 കാറുണ്ട്, പക്ഷെ ഒരു കാറിനേ പോകുന്നുള്ളൂ. മോനും കുട്ടികളും പിന്നെ ഡ്രൈവറും കാക്കാൻ്റെ ഒരു മോനും പോകണുള്ളൂ കേട്ടോ. അപ്പോൾ വരികയെന്ന് കേൾക്കുമ്പോൾ നല്ല സന്തോഷമാണ്, പോവുകയെന്ന് ആലോചിക്കുമ്പോൾ വല്ലാത്ത വിഷമവുമാണ് കേട്ടോ. ഏതായാലും എല്ലാവരും കൂടിയിട്ട് അവനെ യാത്ര അയച്ചു. അവൻ പോയി എയർപോർട്ടിലെത്തിയപ്പോഴാണ് ചെറിയൊരു ടെൻഷനായിട്ടോ. അതെന്ത് വെച്ചാൽ ടിക്കറ്റിൽ നമ്മൾ ദിവസം മാറിയത് അറിഞ്ഞില്ല. അതായത് ട്രാവൽസിൽ നിന്ന് അടിച്ചു കൊടുത്ത് പ്രശ്നമായതാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പോരായ്മ, ശ്രദ്ധിക്കാൻ മറന്നുപോയി. ഓനും ശ്രദ്ധിച്ചില്ല, ട്രാവൽസുകാരും ശ്രദ്ധിച്ചില്ല. അവൻ്റെ കയ്യിലുള്ള അവൻ്റെ ചെറിയ മോനാണ് കേട്ടോ. അടുത്തുള്ള പച്ച ടീഷർട്ട് വലിയ മോനുമാണ്. പിന്നെ മോള് പോകുന്നുണ്ട് കേട്ടോ. മോളിപ്പം അങ്ങോട്ട് വരും. അങ്ങനെ 3 മക്കളാണ് അവൻക്ക്. ഇതിൻ്റെ താത്തയാണ്, അതായത് ഇവരെ പെങ്ങളാണ്, വലിയ പെങ്ങളാണ് കേട്ടോ. ഇതാണ് അവൻ്റെ മോള്. അപ്പോൾ താത്ത യാത്ര അയക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ ഉമ്മ ഇല്ലല്ലോ, ഉമ്മാക്ക് അതിലെപ്പോഴും അവരെന്നെ നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടാവും കേട്ടോ. അങ്ങനെ എല്ലാ സങ്കടങ്ങളും ഒതുക്കി പിടിച്ച് അതാ വീണ്ടും പ്രവാസ ലോകത്തേക്ക്. എന്താ ചെയ്യുക? അങ്ങനെ അവനെയൊക്കെ യാത്ര അയച്ചതിന് ശേഷം നമ്മൾ വീണ്ടും വീട്ടിലേക്ക് എല്ലാവരും കൂടി തിരിച്ച് വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ ഉമ്മാൻ്റെ അനിയത്തിമാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നിരുന്നല്ലോ, അവർക്ക് അപ്പം തന്നെ പോണതാ. ഉമ്മാൻ്റെ നേരെ താഴെയുള്ള അഞ്ചത്തിയാണ്. കണ്ടാൽ തോന്നും വളരെ ബുദ്ധിമുട്ടാണ് എന്ന്, പക്ഷേ അസുഖമായിട്ടൊന്നുമില്ല കേട്ടോ എളാമാക്ക്. പക്ഷേ കുനിഞ്ഞാണ് നടത്തം. ഇപ്പം തന്നെ പോവണ്ട, വണ്ടി വന്നിട്ട് പോവാന്നൊക്കെ ഉമ്മാൻ്റെ ആങ്ങള പറയാണ് കേട്ടോ. ഇതാണ് ഓലെ ചെറിയ ആങ്ങള. വലിയ ആങ്ങള മരിച്ചിട്ടുണ്ട്. ഇനി ഈ 3 പേര് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരാളും കൂടി ഉണ്ട്, പറപ്പൂരുള്ള ഒരു എളാമയും കൂടി ഉണ്ട് കേട്ടോ. ആ എളാമ വന്നിട്ടില്ല. ഇവർ 4 ആളാണ് ഇനിയിപ്പോൾ ഇവിടെ ഉള്ളത് മക്കളായിട്ട്. ബാക്കി എല്ലാവരും മരിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചെറിയാക്ക പറഞ്ഞപ്പോൾ പിന്നെ താത്തങ്ങോട്ട് അകത്തേക്ക് തന്നെ പോകുന്നു കേട്ടോ. പിന്നെ വണ്ടി വന്നതിൻ്റെ ശേഷമാണ് പിന്നീട് അങ്ങോട്ട് പോയത്. അങ്ങനെ പിന്നെ ഓലൊക്കെ പോയതിൻ്റെ ശേഷം ഞാനൊന്ന് ഉറങ്ങി എണീറ്റും ചെയ്തു. പിന്നെ ഇതാ ഇരുന്നിട്ട് എല്ലാവരും കൂടി കുറച്ച് കുശല അന്വേഷണങ്ങളൊക്കെ പറയുകയാണ്.
അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. നമ്മുടെ തറവാട്ടിലെ ഓരോരോ നിമിഷങ്ങളും നമുക്ക് എപ്പോഴും ഓർക്കാനുള്ളതും വിലപ്പെട്ടതുമാകുന്നു. ഇതാണ് എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് കേട്ടോ. എപ്പോഴും എൻ്റെ വീഡിയോ എടുത്ത് കാണുന്ന ഒരാളാണിത്. ഷെയ്മോൾ, അതായത് എൻ്റെ ഇളച്ചിൻ്റെ ആങ്ങളൻ്റെ മോളാണ്. അപ്പോൾ ആങ്ങളെയാണ് അപ്പുറത്ത് നിൽക്കുന്നത്. അപ്പോൾ ഓൻ പറയുകയാണ് നിങ്ങളൊരു ഫാനാണ് ഇവളെ, എപ്പോഴും നിങ്ങളെ വീഡിയോ കാണലാണ് ഇവളെ പണിയെന്ന് പറയണം. അപ്പം ഞാൻ ഓളെ ഇതിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ.